നാനാണ്. 200 കോടി നഷ്ടവുമായി ബോളിവുഡ്. അന്ന് 200 കോടി നഷ്ടം. ഇന്ന് ഇൻഫ്ലേഷനൊക്കെ കാരണം അതിലും കൂടുതൽ നഷ്ടം, മേ ബി 2000 കോടി. അപ്പോൾ വിജയും അസിനും കൂടിയുള്ള ഏതോ സിനിമ, പോക്കിരിയാണത് അറിയില്ല. വീഗാലാൻഡിൻ്റെ പരസ്യം. ഇപ്പോൾ വീഗാലാൻഡിൻ്റെ പേര് മാറ്റി വണ്ടർലാക്കി. ഇത് ഭീമയൊക്കെ ഒന്ന് ഉഷാറായിട്ടുണ്ട്. ജീവിതത്തിലെ ബെസ്റ്റ് പേഴ്സണാലിറ്റി, സിനിമയിലെ ബെസ്റ്റ് ആക്ടർ എന്നൊക്കെ പറഞ്ഞൊരു കവർ സ്റ്റോറി മമ്മൂട്ടിയെ പുകഴ്ത്തിക്കൊണ്ട്. മമ്മൂട്ടി, വി ശശി, വില്യംസ്, ജഗദീഷ് ഒക്കെ ഇരിക്കുന്നുണ്ട്. നെടുമുടി വേണു, സെറീന വഹാബും കൂടിയുള്ള ഭരതൻ്റെ ചാമരത്തിൽ അതിനുശേഷം കുറേ കാലത്തിന് ശേഷം ഒരുമിക്കുന്ന സിനിമയാണ്. ആദാമിൻ്റെ മകൻ അബു, സലീം കുമാറിന് നാഷണൽ അവാർഡ് കിട്ടിയ പടത്തിൻ്റെ ലാണ് അവർ പിന്നെ അഭിനയിച്ചത്. ട്രാഫിക് ഐലൻഡിലെത്തിയ ഒരു സംഘം. രമ്യ നമ്പീശനും കുഞ്ചാക്കോ ബോബനും. ആസിഫ് അലി റോമ. ട്രാഫിക്കിൻ്റെ ആണല്ലേ. ഓക്കെ. ജീവിതത്തിൽ ഒരിക്കൽ പോലും കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ലാത്ത ഏതാനും കഥാപാത്രങ്ങൾ ഒരേ ലക്ഷ്യത്തിലേക്ക് കുതിക്കുന്നു എന്നതാണ് ഈ ചിത്രത്തിൻ്റെ കഥാപശ്ചാത്തലം. അവയവദാനം, അതാണ് ഇതിൻ്റെ തീം. അതാണ് വ്യക്തമായി പറഞ്ഞിട്ടില്ല, കാരണം അത് പ്രൊമോഷനല്ല. തുടക്കത്തിൽ റഹ്മാൻ സൂപ്പർ സ്റ്റാറായിട്ട് അഭിനയിക്കുന്നു. തലയെക്കുറിച്ച് റഹ്മാൻ പറഞ്ഞാണ്. വൻ ശുപാർശ. തൻ്റെ എങ്കേയും കാതിലും എന്ന ചിത്രത്തിലേക്ക് ഹൻസികയെ ശുപാർശ ചെയ്തു. എൻ്റെ കഴിവിൽ എനിക്ക് വിശ്വാസമുണ്ട് ജീവ. RB ചൗധരിയുടെ കഴിവിൽ ഞങ്ങൾക്കും വിശ്വാസമുണ്ട്. വിക്രത്തിൻ്റെ ഏതൊരു പടം, കന്തസമയിൽ വിക്രം പാടിയൊരു പാട്ട്, അതേതാണ് പാട്ടെന്ന് ഓർമ്മയുള്ളവർ പറയുക. TA റസാക്ക്, MV രാജൻ. പ്രേമനസീറിനൊക്കെ വെച്ച് കുറേ സിനിമ എടുത്തിട്ടുള്ള ആളാണ് MV രാജൻ. സ്നേഹയുടെ പുതിയ വിശേഷങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർക്ക് ഇത് പോസ്റ്റ് ചെയ്ത് വായിക്കാം. ശരത് കുമാർ ഒരു ഹിജ്റൈറ്റ് എന്ന പടത്തിൽ കാഞ്ചനയിലാണ്. നല്ല കഥാപാത്രമായിരുന്നു തോന്നുന്നു. വിണ്ണയത്തേണ്ടി വരുവായ എന്ന ചിത്രത്തിലെ മലയാളി ക്രിസ്ത്യൻ നായികയുടെ വേഷത്തിന് ഗൗതം മേനോൻ ആദ്യം സമീപിച്ചത് എന്നെയാണ് എന്നാണ് അസീൻ പറയുന്നത്. അങ്ങനെ തൃഷയ്ക്ക് നല്ലൊരു കഥാപാത്രം കിട്ടി. ലൈലക്ക് വീണ്ടും മോഹം. ലൈല ലൈല നീ എന്നെ വെറുത്തോ എന്നാണ് സിനിമ അയച്ചത്. സിമ്രാൻ നിർമ്മാതാവായി. സന്ധ്യ കാത്തിരിക്കുന്നു. സന്ധ്യക്കെന്ത് സിന്ദൂരം. സുൽത്താൻ ദ വാരിയർ എന്ന ചിത്രത്തിന് ശേഷം എന്താണെങ്കിലും സുൽത്താൻ വാരിയർ ഒന്നും വലിയ മെച്ചമില്ലാത്തൊരു സിനിമയായിരുന്നു. അനിമേഷൻ വേറെ, സിനിമയുടെ കഥയും വേറെ. ത്രില്ലിങ്ങായി തോന്നിയില്ല. ഖുഷ്ബു ആദ്യമായി അമ്മ വേഷത്തിൽ. ഖുഷ്ബുവിനൊക്കെ മുത്തശ്ശിയെ കണ്ട സമയം കഴിഞ്ഞല്ലോ. മീര ജാസ്മിൻ. മഹിളാരത്നം. ഇത് വൈരമുത്തിൻ്റെ 1000 പാടലുകൾ എന്ന് പറഞ്ഞിട്ട്, വൈരമുത്ത് ഏതൊരു സിനിമയിൽ, മലയാള സിനിമയിൽ പാട്ട് എഴുതുന്നതിനെ കുറിച്ച്. വൈരമുത്ത് കൊഞ്ചം പ്രശ്നക്കാര്. ഹരികൃഷ്ണൻസ് കഴിഞ്ഞ് 12 വർഷങ്ങൾക്ക് ശേഷം മലയാളത്തിൽ ഇതിഹാസ നായകന്മാരെ കേന്ദ്രീകരിച്ച് ഒരുക്കുന്ന സിനിമ അരക്കള്ളൻ മുക്കാക്കള്ളൻ തന്നെയാണ്. പക്ഷേ അത് വന്നില്ല. ഓർമ്മ മാത്രം ഇതൊരു അവാർഡ് പെടാൻ തോന്നുന്നു. ഈ പടത്തിനെ കുറിച്ച് ഓർമ്മ മാത്രമുള്ളവർ അറിയിക്കുക. 2010 മലയാളം സിനിമയുടെ ഒരു സമ്പൂർണ്ണ അവലോകനം അടുത്ത ലക്കത്തിൽ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ.
ജയരാജിൻ്റെ മറ്റൊരു പടം, എന്ന അവാർഡ് ടൈപ്പ് എന്ന് തോന്നുന്നു. മധു ശാരദ. റാധാസ് വാഷിംഗ് ഷോപ്പ്. ഭാവനയുടെ ഒരു ഇൻ്റർവ്യൂവിന് കാല് മാത്രമൊക്കെ എടുത്ത് ഫോട്ടോ എടുക്കുന്ന ആൾക്കാർ. ഹൈടെക് വാടാമല്ലി. പൃഥ്വി റോഷൻ ചിത്രം മുംബൈ പോലീസ്. ഹൃതിക് റോഷൻ അല്ല, റോഷൻ ആൻഡ്രൂസ് ആണ് കേട്ടോ. ഇപ്പം ഇന്നത്തെ കാലത്ത് പൃഥ്വി റോഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹൃതിക് റോഷൻ വിചാരിക്കും. പൃഥ്വിരാജൊക്കെ വേറെ ലെവലായില്ലേ. കേരള ശബ്ദം. ഈ ഭരണ യുവജനങ്ങളുടെ പ്രതീക്ഷ തല്ലിക്കെടുത്തി. അയച്ചങ്ങയൊക്കെ അന്നുണ്ടോ? KGB. PT ഉഷ. ON നമ്പ്യാർ ആവരുത്. ON നമ്പ്യാർ പണ്ട് PT ഉഷയുടെ കോച്ചായിരുന്നു. PT ഉഷ ഓടുന്ന പോലെ നമ്പ്യാർക്ക് ഓടാൻ കഴിയുമോ എന്നൊരു ചോദ്യം തന്നെ ആരോ പ്രസക്തമായി ചോദിച്ചിരുന്നതായിട്ട് ഞാൻ ഓർക്കുന്നു. ബെസ്റ്റ് ആക്ടറിൻ്റെ എല്ലാ ക്രെഡിറ്റും മമ്മൂക്കയ്ക്കുള്ളതാണ്. മാർട്ടിൻ പ്രക്കാട്ട്. ചാർലിയൊക്കെ ഡയറക്റ്റ് ചെയ്ത, പിന്നെ നമ്മുടെ പോലീസ് മൂവിയൊക്കെ ഉണ്ടായിരുന്നില്ലേ. ബെസ്റ്റ് ആക്ടറിൽ മമ്മൂട്ടി. വെഡ്ഡിങ്. അനു ശശി, അതായത് നമ്മുടെ IV ശശിയുടെ മകൾ, വിവാഹിതേ. സാധാരണ എല്ലാ കല്യാണങ്ങൾക്കും മമ്മൂട്ടി വേറലാണല്ലോ. മമ്മൂട്ടി പോയിട്ടില്ല. മമ്മൂട്ടി പോകാത്തൊരു കല്യാണോ? അങ്ങനെ മമ്മൂട്ടി ആ കല്യാണത്തിനും പോയിട്ട് തൻ്റെ ഡയറ്റ് കാഴ്ചവെച്ചിരിക്കുന്നു. മഞ്ജു വാര്യർ, മീനാക്ഷി. പണ്ട് കാലം. വീണ്ടും കണ്ണൂരിൽ. ഐശ്വര്യ മുരളീധരൻ. മാക്ട ഇപ്പോഴും ഉണ്ടോ? ആക്റ്റീവ് ഉണ്ടോ? കാഡ്ബറീസ്. മൈ ഡിയർ മമ്മി. മണിക്കിലുക്കം. ഇതൊക്കെ താല്പര്യമുള്ളവർക്ക് പോസ്റ്റ് ചെയ്ത് വായിക്കാം. ഉദയനിധി സ്റ്റാലിൻ നായകനാകുന്ന രാജേഷ് ചിത്രത്തിന് ഒരു കൽ ഓൺ കണ്ണാടി എന്ന് പേരിട്ടിരിക്കുന്നു. അങ്ങനെ ഉദയനിധി ആദ്യമായി നായകനായി. ഇപ്പോൾ 15 വർഷത്തിന് ശേഷം തമിഴ്നാട്ടിൽ മന്ത്രി. ആരാധകൻ്റെ വഴിവിട്ട ചിന്ത. 200 കോടി രൂപ നഷ്ടവുമായി ബോളിവുഡ്. 3 കിങ്സ്. റഹ്മാൻ റെസ്റ്റ് എടുക്കുകയാണ്. താഴ്മൻ മഠത്തിലെ കൊച്ചുതന്ത്രി അയ്യപ്പനായി വേഷമിടുന്ന ഒരു സീരിയലാന്ന് തോന്നുന്നു. മൈ നെയിം ഈസ് അവറാച്ചൻ. ഈ പടം ഒന്നും പുറത്തിറങ്ങിയിട്ടില്ല എന്തായാലും. മുസാഫിറിൽ റഹ്മാനും മമതയും. മുസാഫിർ. പ്രമോദ് പപ്പൻ്റെ ഒരു ആക്ഷൻ പടം ഉണ്ടായിരുന്നു, അതാണ് മുസാഫിർ. ഇതൊക്കെ പഴയ അഭിനയ മോഹികൾ ഫോൺ നമ്പറൊക്കെ വെച്ചിട്ട് പരസ്യം ചെയ്തിരുന്നു. കാവലൻ. ബോഡി ഗാർഡിൻ്റെ റീമേക്ക്. വരിക്കാശ്ശേരി മണിലൊക്കെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അതിൻ്റെ പോസ്റ്ററായിരുന്നു അല്ലേ. വിജയ് അസിൻ. കുട്ടിച്ചാത്തൻ. കാർണയിൽ മഠം. പല മഠങ്ങളുണ്ടല്ലോ. ഹിന്ദി ബോഡി ഗാർഡ് 16-ന്. ഹിന്ദിക്ക് ശേഷമായിരുന്നു തമിഴ് ഷൂട്ട് ചെയ്തത്. ആദ്യം മലയാളം, പിന്നെ ഹിന്ദി, പിന്നെ തമിഴ്. അജിത്തിൻ്റെ ബിരിയാണി. മങ്കാത്തയുടെ തുടക്കത്തിൽ ഞാൻ വിചാരിച്ചു മറ്റേ ബിരിയാണിയുടെ സിനിമ ഉണ്ട്, അത് അജിത്തിനെ ആദ്യം ആക്കിയിരുന്നെന്ന് വിചാരിച്ചു. നോട്ട്. വിജയുടെ നായിക സാമന്ത. ഫാഷൻ ഡിസൈനിങ് പഠിച്ചാണത്രേ. അതാണ് നല്ല ഡ്രസ് സെൻസൊക്കെയാണ്. അപ്പോൾ കോസ്റ്റ്യൂം ഡിസൈനർ. ഞാനെന്ത് പൊട്ടനാ? ദാറ്റ് ഈസ് റോങ്. ന്യൂ റിലീസ്. ഏതോ കോമഡി. ടൂർണമെൻറ്റ്. ഫഹദ് ഫാസിലൊക്കെ ഇങ്ങനെ പൊന്തി വരണുള്ളൂ. ലോകത്തിലെ എല്ലാ സിനിമയും കാണുന്നതാണ് മണിരത്നത്തിൻ്റെ ആഗ്രഹം. അത് പണ്ട്. ഇപ്പൊക്കെ ഇഷ്ടം പോലെ സിനിമ അത് കാണുന്നുണ്ടെങ്കിൽ ഒരായുസ് മതിയാതെ വരും. മിസ്റ്റർ മണിരത്നം. MG ശ്രീകുമാരും ഭാര്യയൊക്കെ കൊണ്ട് പരസ്യത്തിലുണ്ടായിരുന്നു. നെല്ല പാലസ്. ഇന്ത്യ കാഷ്യൂ കേർണൽസ്. ഇവനാണ് ഞങ്ങ പറഞ്ഞ നടൻ.